ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു ചുരിദാറിൽ എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു സ്റ്റിച്ച് ചെയ്ത് ചുരിദാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെയ്യേണ്ട ഡിസൈൻ ആദ്യം മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തു. അതായത് ഈ കഴുത്തിൻ്റെ ഒരു സൈഡിൽ തുടങ്ങി ഏകദേശം മിഡിൽ ഭാഗത്തോട്ട് ഒരു ചെരിച്ച് അങ്ങനെ ഒരു ഷേപ്പിലാണ് ഈ ഡിസൈൻ വരുന്നത്. ഇത് ഫാബ്രിക് മാർക്കറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ച് വരച്ചത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടാൽ മതി, അന്നേരപ്പോഴത്തേക്കും തന്നെ ഇത് മാറിപ്പോവും. ഇനി നമുക്ക് ഹാൻഡ് എംബ്രോയ്ഡറിയാണ് ചെയ്യാൻ പോകുന്നത്. ഹാൻഡ് എംബ്രോയ്ഡറി ഫ്ലവർ എങ്ങനെ ഒന്നിടവിട്ടായിട്ട് വരും. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ബീഡ്സ് ആൻഡ് സ്റ്റോൺ വർക്കാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ എംബ്രോയ്ഡറി വർക്ക് ചെയ്യാം. ഞാൻ ഗ്രീൻ കളറ് എംബ്രോയ്ഡറി നൂലാണ് എടുക്കുന്നത്. ഗ്രീൻ കളർ വെച്ച് നമുക്കിത് വർക്ക് ചെയ്യാം. ആദ്യം ഫ്ലവർ സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. റിങ് ഫിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ റിങ് ഫിക്സ് ചെയ്യുന്നില്ല. നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒത്തിരി ടൈറ്റായിട്ട് അങ്ങ് വലിച്ചു പിടിക്കാതിരുന്നാൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ തന്നെ കുത്തിയെടുക്കുക. എടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഇങ്ങനെയൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് അതേപോലെ തന്നെ തിരിച്ചു കുത്തുക. അടുത്ത സൈഡിലോട്ട് നമ്മുടെ ഒരു ഫ്ലവർ കംപ്ലീറ്റ് ആയി. അങ്ങനെ നമ്മൾ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആദ്യം കാണിച്ച ഗ്രീൻ ഫ്ലവർ പോലെ തന്നെ ഇത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഗ്രീനും ഓറഞ്ചും കളറ് ഫ്ലവേഴ്സ് കൊടുത്തു. എന്നിട്ട് നമുക്കിങ്ങനെ ഹാഫ് ബീഡ്സ് മേടിക്കാൻ കിട്ടും. അങ്ങനത്തെ വൈറ്റ് ഹാഫ് ബീഡ്സ് നടുക്ക് ഫാബ്രിക് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്തത് ഇങ്ങനെ നമുക്ക് ഷുഗർ ബീഡ്സ് പോലെ തന്നെ ഒരല്പം നീളത്തിലുള്ള ബീഡ്സ് കിട്ടും. ഇങ്ങനത്തെ ബീഡ്സ് ഇതിന് ഹോളുണ്ട്. അപ്പം നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാനും എളുപ്പമാണ്.
ഏറ്റവും തിന്നായിട്ടുള്ളൊരു നീഡിലെടുക്കുക. ആ നീഡിൽ വെച്ച് ഈ താഴ്ഭാഗം കുറച്ചുകൂടി സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പതിയെ കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് ഈ ഹോളിൻ്റെ അകത്തൂടെ ഇങ്ങനെ പതിയെ അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല എളുപ്പമാണ് ഇത് സ്റ്റിച്ച് ചെയ്യാൻ. ഇത് എല്ലാ കളറിലും നമുക്ക് കിട്ടും. ഒരു പാക്കറ്റിന് 15 രൂപയൊക്കെ ഉള്ളൂ. ഇവിടെ വന്നിട്ട് എന്നിട്ട് ഞാൻ ഏറ്റവും താഴെയായിട്ടാണ് ഈ സർദോസി ബീഡ്സ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇവിടെയായിട്ട് ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടല്ലോ, അവിടെ നമുക്കൊരു ഫ്രഞ്ച് നോട്ട് കൊടുക്കാം. ഫ്രഞ്ച് നോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗ്രീൻ കളർ ഫ്ലവറിലാണ് ഇത് എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാനിവിടെ ഓറഞ്ച് കളറിലാണ് ഫ്രഞ്ച് നോട്ട് കൊടുക്കുന്നത്. കുത്തിയെടുക്കുക. കുത്തിയെടുത്തിട്ട് ഇങ്ങനെ ഒരല്പം ഇടവിട്ട് പതിയെ കുത്തിയെടുത്ത് ഇത് ഒരു 3 റോള് ചുറ്റുക. 3 റോള് ചുറ്റി ഇത് പിടിച്ചുകൊണ്ട് തന്നെ തിരിച്ചു കുത്തുക. ഇവിടെ ലാസ്റ്റ് ഒരു കുഞ്ഞൊരു ഫ്ലവർ പോലെയായി. നമുക്കിത് കെട്ടിട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഇവിടെ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഔട്ട്ലൈന് നമുക്കൊന്ന് ലിക്വിഡ് എംബ്രോയിഡറി കൊണ്ട് ഫുള്ള് വരയ്ക്കാം. ലിക്വിഡ് എംബ്രോയിഡറി ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്കിതിങ്ങനെ എല്ലാ കളറിലും നമുക്ക് അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇത് പതിയെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഇതിനൊരു 20 റുപ്പീസൊക്കെ ആവുന്നുള്ളൂ. ഇങ്ങനെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് ഇത് ചെറിയൊരു ട്യൂബ് പോലെയാണ്. അതിപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ ഗ്ലാസ് ലൈനർ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പതിയെ സ്ക്യൂസ് ചെയ്ത് ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് ഇതുകൊണ്ട് വരയ്ക്കാം. ഇതേ രീതിയിൽ നമുക്ക് ഔട്ട്ലൈൻ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി. ഗ്രീൻ ആൻഡ് ഓറഞ്ച് ഓൾട്ടർനേറ്റ് ഫ്ലവർ കൊടുത്തു. അതിന് നടുക്കൊരു വൈറ്റ് കളർ ബീഡ്സ് കൊടുത്തു. പിന്നെ ഷുഗർ ബീഡ്സ് ഓറഞ്ച് കളർ കൊടുത്തു. അതുപോലെ തന്നെ ലിക്വിഡ് എംബ്രോയിഡറി ഗ്രീൻ കളർ വെച്ച് ഔട്ട്ലൈനും കൊടുത്തു. ഈ ഔട്ട്ലൈൻ ചെയ്യുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ അടിയിലൊരു കാർഡ്ബോർഡ് വെച്ചിട്ട് വരയ്ക്കാവുള്ളൂ. ഇല്ലെങ്കിൽ അത് അപ്പുറത്തെ സൈഡിലോട്ട് സ്പ്രെഡ് ആവും.
അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിക്കഴിഞ്ഞാൽ ഒരു 2 to 3 ഡേയ്സ് എടുക്കും ഡ്രൈ ആവാൻ. ഡ്രൈ ആയിട്ട് വേണം ഇത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇത് വാഷ് ചെയ്യുമ്പോഴും ലൈറ്റായിട്ടേ വാഷ് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.